എന്താണ്? ആരുടെ വചനം? അപ്പോൾ ദൈവത്തിന്റെ വചനമാണ് ബൈബിൾ എന്ന് പഠിക്കും. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ പഠിച്ചത് എന്താണ്? എന്താണ് പഠിച്ചത്? ബൈബിൾ ഓറിയന്റേഷൻ ക്ലാസ് പറഞ്ഞാൽ എന്താണ് പഠിച്ചത്? നിങ്ങൾ എന്താ പഠിച്ചത്? ഉറക്കപ്പാണ്. അപ്പൊ ദൈവത്തിന്റെ വചനമാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ദൈവത്തിന്റെ വചനം എന്താണ്? ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ വേദപുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ആരോട് സംസാരിക്കുന്നു? ദൈവം നമ്മളോട് സംസാരിക്കുന്നു. അപ്പോ ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവർ കൈവക്കെ എഴുതിക്കട്ട. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവരുണ്ട്. കൈകാലത്തെ സ്വന്തമായിട്ട് ബൈബിളോട് കൈവയ്ക്കും. സ്വന്തമായിട്ട് വീട്ടിലല്ല, സ്വന്തമായിട്ട്. അപ്പോഴ് ദൈവത്തിന്റെ വചനം, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കണമെന്ന് വരികല് എന്ത് ചെയ്യണം? ബൈബിൾ വചനം എന്ത് ചെയ്യണം? വായിക്കണം. എല്ലാ ദിവസവും ബൈബിൾ. നീ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാവുന്ന തീരുമാനത്തോടെ ഒതുക്കും. പിന്നെ പറയണ്ടോ ബൈബിൾ ഇല്ലാത്തത്? നമ്മളെല്ലാവരും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് വേദപുസ്തകം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാവണം. നമ്മളെല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം. രാവിലെ മാത്രമല്ല, സമയം കിട്ടുമ്പോഴൊക്കെ ബൈബിൾ വായിക്കണം. നമ്മള് ബൈബിൾ ഓറിയന്റേഷൻ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം, എനിക്ക് സ്വന്തമായി എന്തുണ്ടാകണം? ബൈബിൾ ഉണ്ടാകണം. അപ്പോൾ ബൈബിൾ ഇല്ലാത്ത കുട്ടികൾ കൈവക്കയിലും ബൈബിൾ ഇല്ലാത്ത കുട്ടികൾ എല്ലാവരും സ്വന്തമായിട്ട് ബൈബിൾ, ചെറിയ പോക്കറ്റ് ബൈബിൾ വാങ്ങിച്ച് വെക്കണം. അപ്പോൾ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ബൈബിൾ എടുത്ത് വായിക്കണം. ഇപ്പോൾ ബൈബിളിന്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് നിങ്ങൾക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വർഷത്തെ സന്ദേശം എന്താണ്? നാം ദൈവത്തിന്റെ മക്കൾ. അതിനെ സംബന്ധിച്ച് വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു വാക്യം ആർക്കെങ്കിലും പറയണം? ഞാൻ ദൈവത്തിന്റെ മകനാകുന്നു എന്ന് അവിടെ ഇരുന്നാൽ മതി. വേദപുസ്തകത്തിലൊരു വാക്യം, അല്ലെങ്കിൽ ചിൽഡ്രൻ, കുട്ടികൾ ദൈവത്തിന്റെ സമ്മാനമാകുന്നു എന്ന് വേദപുസ്തകം പറയുന്ന ഒരു വാക്യം പറഞ്ഞ് ഞാൻ ക്ലൂ കൊടുക്കുകയാണ്. ദൈവത്തിന്റെ സമ്മാനമാണ് കുട്ടികൾ, അല്ലെങ്കിൽ ചിൽഡ്രൻ ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന മനോഹരമായ ഒരു വാക്യം സങ്കീർത്തനത്തിലുണ്ട്. അത് പറയുന്ന ആൾക്കാർക്ക്, കൃത്യമായി പറയുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും. അതാണ് പറഞ്ഞു. അതല്ല, അതൊത്തിരിയുണ്ട്. അതായത് ചിൽഡ്രൻ ആർ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമ്മാനമാണ് കുട്ടികൾ എന്ന് പറയുന്ന സങ്കീർത്തനം കുളുതൊന്നും സങ്കീർത്തനമാണ്. പറഞ്ഞു. അത് സങ്കീർത്തനല്ലോ. സങ്കീർത്തനം പറഞ്ഞ ഏതാണ് സങ്കീർത്തനം? ദൈവത്തിന്റെ ഗിഫ്റ്റാണ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു സങ്കീർത്തനുണ്ട്. ആ സങ്കീർത്തനത്തിന്റെ പേര് പറയുന്നവർക്ക്, നമ്പർ പറയുന്നവർക്ക് നല്ല ഒരു സമ്മാനം തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ക്രിസ്മസിന് സമ്മാനം എടുക്കും. 119 അടുത്ത് വരുന്നുണ്ട്. 126 ചുമ്മാ പറയാൻ പറ്റൂലേ? 118, 122
ഒന്നാമതില്ലേ? അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാൻ പോവാണ്. വായിച്ചു പറഞ്ഞെല്ലാം തെറ്റാണ്. കുട്ടികൾ ചിൽഡ്രൻ ആർ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, സങ്കീർത്തനം 127 3-ാം വാക്യം. മറന്നുപോകരുത്. ഇനി കാണുന്ന ഞാൻ ചോദിക്കും. സങ്കീർത്തനം 127 എത്ര വാക്യം? 3. ആരുടെയെങ്കിലും വേദപുസ്തകം ഉണ്ടോ? എടുത്തു വായിക്കും. സങ്കീർത്തനം 127 3-ാം വാക്യം പറഞ്ഞു. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരം ഒരു സമനം. കർത്താവിന്റെ ദാനമാണ് മക്കൾ. പറഞ്ഞോ. അപ്പൊ കുട്ടികളെ പറ്റിയുള്ള വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം എന്താണ്? 127-ാം സങ്കീർത്തനം 3-ാം വാക്യം. കുട്ടികൾ ആരാണ്? ഉറക്കപ്ര കർത്താവിന്റെ ഗിഫ്റ്റാണ്. ആരെ? കുട്ടികൾ. അതെ, കർത്താവിന്റെ ദാനമാണ് മക്കൾ. നിങ്ങൾ മക്കളാണോ? ഉറക്കപ്രല്ലേ? ആണ്. അപ്പൊ നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ ഗിഫ്റ്റ്. ഉറക്കപ്ര ദൈവത്തിന്റെ ഗിഫ്റ്റാണ് എല്ലാ കുട്ടികളും. അപ്പൊ ദൈവത്തിന്റെ ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ സമ്മാനമാണ് എല്ലാ കുട്ടികളും. നിങ്ങളെ പറ്റി പറയുന്നത് തോമസ് ആണ്, ആരെങ്കിലും എന്താണ് അന്നമ്മയാണ്, ആരെങ്കിലും മാത്യയാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആരാണ്? ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഗിഫ്റ്റ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 127 3-ാം വാക്യം. മറന്നുപോകോ? എന്നോടെ സങ്കീർത്തനം 127 3-ാം വാക്യം. We are gifts of God. ദൈവത്തിന്റെ സമ്മാനമാകുന്നതെന്ന്. ദൈവത്തിന്റെ സമ്മാനമായ വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനായി തീർന്ന മകനാണ്. ദൈവം പറയുന്നത് പോലെ ചെയ്യുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിളിച്ച ദൈവത്തിന്റെ മക്കളായിട്ട് ഭൂമിയെല്ലാം നിറയുവാനായിട്ടിടയായി. ഈ അബ്രഹാം എവിടെയാണ് ജീവിച്ചിരുന്നത്? എവിടെയാണ് ജീവിച്ചിരുന്നത്? സ്ഥലത്തിന്റെ പേരെവിടെയാണ്? ഏത് രാജ്യത്താണ്? ഇപ്പോഴത്തെ ഏത് രാജ്യത്ത് അബ്രഹാം ജീവിച്ചിരുന്നത്? ഇസ്രായേലല്ല. അബ്രഹാം ജീവിച്ചിരുന്നത് മിസ്രൈമിലാണ്, ഇന്നത്തെ ഈജിപ്തിലാണ്. അവിടെ നിന്നാണ് പിന്നെ അവർ വരുന്നത് വാഗ്ദത്ത ഭൂമിയിലേക്ക്. ഈ അബ്രഹാമിന്റെ മക്കളെ വാഗ്ദാന ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? അവർക്ക് പറഞ്ഞു മോശ. അപ്പോൾ ഈ അബ്രഹാമിന്റെ മക്കളെ ഈജിപ്തില് അടിമകളായിരുന്ന അവസരത്തില് അവരെ എവിടെ കൊണ്ടുവന്നു? കാനാനിലേക്ക് കൊണ്ടുവന്ന ആരാണ്? മോശ. അപ്പൊ നിങ്ങളെ മോശയുടെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. മോശ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? വെള്ളത്തിൽ. എങ്ങനെയാണ് ഈ വെള്ളത്തിൽ വന്നത്? വെള്ളത്തിൽ എങ്ങനെ എടുക്കപ്പെടുന്നതായിരിക്കും? കുളിക്കാൻ
വന്നപ്പോൾ എടുത്തു. അതുകൊണ്ടാണ് വെള്ളത്തിന്റെ എടുത്തത്. ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരം പറയുന്നവർക്ക് സമ്മാനം തരുന്നതായിരിക്കും. മോശ എവിടെയാണ് ജീവിച്ചത്? ആദ്യം വീട്ടിൽ പറഞ്ഞ ഈജിപ്തിൽ എവിടെ? രാജകൊട്ടാരത്തിൽ. ആണോ? ഇനിയാണ് സമ്മാനം തരാൻ പോകുന്നത്. ചോദ്യം: രാജകൊട്ടാരത്തിൽ മോശ എത്ര വർഷം ജീവിച്ചു? 12 വർഷം. നിങ്ങളെ മോശയുടെ കഥയൊക്കെ പഠിച്ചിട്ടില്ലേ? 12. ആരാണ് 40 പറഞ്ഞത്? അതെ, 40 വർഷമാണ് ജീവിച്ചത്. ഇനി അടുത്ത ചോദ്യം: 40 വർഷം മോശ രാജകൊട്ടാരത്തിൽ ജീവിച്ചിട്ട് അടുത്ത 40 വർഷം എവിടെ ജീവിച്ചു? മരുഭൂമിയിൽ. അപ്പൊ മോശ 40 വർഷം എവിടെ ജീവിച്ചു? കൊട്ടാരത്തിൽ ജീവിച്ചു. 40 വർഷം മരുഭൂമിയിൽ ജീവിച്ചു. മോശ ദൈവം വിളിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണ്? 80-ാമത്തെ വയസ്സിൽ. അപ്പോ 80-ാമത്തെ വയസ്സില് യഹോവ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? അപ്പോൾ മോശ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മോശ ദൈവം 80-ാം വയസ്സിൽ വിളിക്കുമ്പോൾ മോശ എവിടെയായിരുന്നു? മരുഭൂമിയിലായിരുന്നു. മരുഭൂമിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അല്ല 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 അവനോ ആടിനെ വയ്ക്കുമ്പോ ആരുടെ ആടിന്? അതിനാണ് സമ്മാനം തരാൻ പോകുന്നത്. മോശ ആരുടെ ആടിനെ? അച്ഛന്റെ പേരൊക്കെ ഉണ്ട്. മോശ ആരുടെ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് യഹോവ വിളിക്കുന്നത്. നല്ല സമ്മാനം തരുന്നതാണ്. നോക്കല്ലേ? ഇതിനെ കൂടുതലും മോശയുടെ അമ്മായിയപ്പന്റെ ആടിനെ. അമ്മായിയപ്പന്റെ പേരെന്താണ്? ആരൊക്കെ ഒരു അമ്മായിയപ്പന്റെ പേര് ഇത് പഠിച്ചിട്ടുണ്ടാണ് സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ. സൺഡേ സ്കൂൾ പാഠപുസ്തകത്തില് ഇതുണ്ട്. ജത്രോ കറക്റ്റാണ്. അപ്പൊ അതിനുള്ള നല്ലൊരു സമ്മാനം കൊടുക്കുന്നതാണ്. വലിയ വിലയുള്ള സ്വർണ്ണ സമ്മാനമാണ്. ജത്രോയുടെ ആടിനെ നയിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ പേരെന്താണ്? ജത്രോയുടെ ആടിനെ നയിച്ചുകൊണ്ട് വരുന്നത് ജനീഷ. അപ്പൊ ജനീഷയ്ക്ക് നല്ല ഒരു സമ്മാനം, സ്വർണ്ണ സമ്മാനമാണ്. സൺഡേ സ്കൂൾ പാഠങ്ങൾ നന്നായി പഠിച്ചതിന്റെ അടയാളമാണ് ഈ ഉത്തരം പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാവുന്നതാണ് ഈ ബൈബിൾ ക്ലാസ്സുകൾ നമ്മൾ അവധിക്കാലത്ത് പഠിക്കുമ്പോഴും സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ ഈ രക്ഷാചരിത്രം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മോശ 80 വയസ്സുള്ള അവസരത്തിൽ മരുഭൂമിയിൽ തന്റെ ഫാനിയുടെ പിതാവ് ജത്രോയുടെ അമ്മായിയപ്പന്റെ ആടിനെ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹോവ എന്തിനായി വിളിച്ചു? ദൈവജനത്തെ എവിടെ നയിക്കാൻ വിളിച്ചു? പ്രവാടദേശത്തെ മോചിപ്പിച്ച് പാലം കയറി കൊടുക്കുന്ന കാരാഗ്രഹത്തിലേക്ക് നയിക്കുവാനായിട്ടുണ്ട്. അപ്പോൾ ഇനി പറവ എന്താണ് ചെയ്തത്? മോശം എന്താണ് ചെയ്തത്? മോശം എന്ത് ചെയ്തു? സമ്മതിച്ചത് അതിന് ശേഷം എന്ത് ചെയ്തു? പറവാടത്ത് എന്താ ചെയ്തു? എന്ത് ചെയ്തു? എത്ര അത്ഭുതങ്ങൾ ചെയ്തു? 10 അത്ഭുതങ്ങൾ. ഒന്നാമത്തെ അത്ഭുതം എന്തായിരുന്നു? വെള്ളം ചോരയൊക്കെയാണ് ഒന്നാമത്തെ അത്ഭുതം. അല്ല, ഒന്നാമത്തെ അത്ഭുതം ഫറവോന്റെ ഹൃദയം ചെന്ന് മോശ ചെയ്ത ഒന്നാമത്തെ അത്ഭുതം. ഇനി ഒരു ക്രൂ തരാം.
വടി എറിഞ്ഞ് പാമ്പാക്കി മാഷാലില്ല. ഒന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് തന്റെ കയ്യിലിരുന്ന മണി രാജാവിന്റെ മുന്നിലിട്ടു. നന്നായി തീർന്നു, പാമ്പായി തീർന്നു. പിന്നെ എന്ത് ചെയ്തു? പിന്നെ എന്ത് ചെയ്തു? പാമ്പാവിടെ കിടന്നോ? എല്ലാവരും ചെയ്തു. മാഷ എന്ത് ചെയ്തു? മാഷ ഈ പാമ്പിന്റെ വാലെ പഠിച്ച് നോക്കിയപ്പോൾ എന്തായി തോന്നുന്നു? പഴയ വഴിയായിട്ട് ഒന്നും പഠിച്ചിട്ട് വന്നില്ലേ? മറന്നുപോയോ? ഇതെല്ലാം നല്ല സുന്ദരമായിട്ട് ഇവിടെ പാഠപുസ്തകങ്ങളുണ്ട്. അപ്പോ ഇവിടെ എന്തായി തോന്നുന്നു? ഇനി ഒരു അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോണം. ഈ സമ്മാനം ഇതുപോലുള്ള സമ്മാനങ്ങളിൽ ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് മോശം ചെയ്യുന്ന അവസാനത്തെ അത്ഭുതം ഏതായിരുന്നു? മോശം ആദ്യവന്മാരെ കൊന്നോ? മോശം ചെയ്ത അവസാനത്തെ അത്ഭുതം അറിയാതെ കഴിയുക. ആരും കൊന്നു? കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? അതിന് ശേഷം എന്ത് ചെയ്തു? ആദ്യം മോശമൊക്കെ പോയോ? പിന്നെ അന്നേരം മുതൽ എന്ത് സംഭവിച്ചു? ഇസ്രായേൽക്കാരെ വിട്ടയക്കാനായിട്ട് സമ്മതിച്ചു. അപ്പൊ ഓക്കെ, ഓക്കെ. അപ്പോൾ മോശ ഈ നെബോ മലയിൽ വെച്ച് മരിക്കുന്ന അവസരത്തിൽ മോശയ്ക്ക് എത്ര വയസ്സുണ്ട്? 180. 110. അപ്പോൾ മോശയ്ക്ക് ആ സമയത്ത് 120 വയസ്സ് ഉണ്ടായിരുന്നു. 10 പറഞ്ഞാൽ പറ്റിയത്, 10 പറഞ്ഞാലേ അതാ പോയിട്ട്. ഇപ്പൊ മോശ മരിക്കുന്ന അവസരത്തിൽ മോശയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 120. അപ്പോ മോശയുടെ ജീവിതത്തില് 40 വർഷം ഇവിടെ വസിച്ചു, കൊട്ടാരത്തിൽ വസിച്ചു. 40 വർഷം ഇവിടെ വസിച്ചു, അശ്വൂരിൽ വസിച്ചു. 40 വർഷം ഇവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് നടന്നെവിടെ വന്നു? മോശ ദൈവജനത്തെ നയിച്ചുകൊണ്ട് എത്ര വർഷം നടന്നു? പറ. 40. അപ്പോൾ ഓർമ്മിക്കണം, മോശയുടെ ജീവിതത്തിൽ 3 ഘട്ടങ്ങളുണ്ടായിരുന്നു. 40 വർഷം രാജകൊട്ടാരം ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചു. 40 വർഷം മരുഭൂമിയിങ്ങനെ ആഴം തേട്ടിക്കൊണ്ട് ജീവിച്ചു. 40 വർഷം എവിടെയാണ്? ഈ ഈജിപ്തിൽ നിന്ന് വാഗ്ദാന ഭൂമിയിലേക്കുള്ള യാത്രയിൽ പോയി ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരുന്നുകൊണ്ട് ദൈവവും മലയിൽ വെച്ച് മരിച്ച് അടക്കപ്പെട്ടുപോയി. ക്ലിയറാണോ? ഏതാണോ? ഓക്കെ. അവിടെ നമ്മൾ ഈ ബൈബിൾ ഓറിയന്റേഷൻ ക്ലാസ്സിലെ പഠിക്കുന്ന അനേകം ചരിത്രങ്ങളുണ്ട്. അതിൽ വേദോത്സവത്തിൽ പറയുന്ന അനേകം കാര്യങ്ങളുണ്ട്. പഴയ നിയമത്തില്, പുതിയ നിയമത്തില്. അപ്പൊ വേദോത്സവത്തില്, ബൈബിളില്, പുതിയ നിയമത്തില് എത്ര സുവിശേഷങ്ങളുണ്ട്? 72 സുവിശേഷവും. കേരളത്തിൽ പറയണം, എത്ര സുവിശേഷങ്ങളുണ്ട്? 4 സുവിശേഷങ്ങളാണുള്ളത്. അത് പുസ്തകങ്ങളാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ശ്രീകന്മാര് എഴുതിയതായിട്ടുള്ള പറയാം. അപ്പോ ഈ 4 സുവിശേഷങ്ങളുടെ പേരറിയാവുന്നവരെ കുറിക്കും. നാലെണ്ണം. 4 സുവിശേഷങ്ങളുടെ പേര് പറഞ്ഞു.
മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ക്ലിയറാണോ? എല്ലാവർക്കും അറിയാമോ? 4 സുവിശേഷങ്ങളിൽ നിന്നോ? ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യമുണ്ട്. അതിന് ചെറിയ സമ്മാനങ്ങളൊക്കെ തരുന്നതാണ്. അതിലെ 4 സുവിശേഷങ്ങളിൽ വേദപുസ്തകം തുറക്കരുത്. മത്തായിയുടെ സുവിശേഷത്തിൽ എത്ര അധ്യായമുണ്ട്? കൈവയ്ക്കുന്നതാണ് ഉത്തരം പറയുന്നത്. കൈവയ്ക്കുകയാണ്. 150 അധ്യായങ്ങൾ. രണ്ടാമത്തെ ആണ് 28 കറക്റ്റാണ്. 28 പുസ്തകം തുറക്കരുതാലും. മർക്കോസിന്റെ സുവിശേഷത്തിൽ എത്ര അധ്യായമുണ്ട്? മർക്കോസിന്റെ സുവിശേഷം 19 22 മത്തായിയുടെ സുവിശേഷത്തിൽ 28 അധ്യായങ്ങൾ. മർക്കോസിന്റെ സുവിശേഷത്തിൽ 16 അധ്യായങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം എത്രയുണ്ട്? 27 തെറ്റ്. കൈവൊക്കെ പറയണം. 27 തെറ്റ്. 28 പറഞ്ഞു. മത്തായിയുടെയാണ്. യോഹന്നാന്റെ സുവിശേഷം കൈവൊക്കെ പറ. ലൂക്കോസിന്റെ സുവിശേഷം എത്ര ആദ്യമായിട്ട് 24 പറഞ്ഞു. അപ്പോൾ 4 സുവിശേഷങ്ങളിൽ ഒന്നുകൂടി വാർക്കുക. മത്തായിയുടെ സുവിശേഷം 28 അധ്യായങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായങ്ങൾ. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം. ചോദിക്കുന്ന ചോദ്യത്തിന് ചാടിപ്പറയുന്ന ചോദിക്കുന്നതിന് പറയാം അവർക്ക് സമ്മാനം തന്നായിരിക്കും. ഈ 4 സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം ഏതാണ്? എല്ലാവരും തെറ്റാണ്. ഇന്നാണ് മർക്കോസിന്റെ സുവിശേഷമാണ് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷം. നിങ്ങളുടെ ക്ലാസ്സുകളിലേക്കൊക്കെയാണ് അവസാന പദ്ധതിക്കാണ്. അതായത് നമ്മുടെ സുവിശേഷങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. നിങ്ങളുടെ MBCയുടെ തീം എന്ന് പറയുന്നത് എന്താണ്? പറഞ്ഞു കഴിഞ്ഞു. വേർതിരിവുള്ളത് ഈ അപ്പ പ്രാർത്ഥന ആര് നടത്തിയതാണ്? യേശു നടത്തുന്നതാണ്. അതിന് മുമ്പ് അപ്പ പ്രാർത്ഥന ആര് നടത്തിക്കൊണ്ടിരുന്നതാണ്? ദൈവമല്ലേ?
ആരുടെ പ്രാർത്ഥനയാണ്? യഹോവ ദൈവജനത്തിന്റെ പ്രാർത്ഥനയായിരുന്നു അപ്പ പ്രാർത്ഥന എന്ന് പറയും. പിന്നീട് കർത്താവ് സ്ഥിരീകരിച്ചു അപ്പ പ്രാർത്ഥന എന്നുള്ളത്. ഈ അപ്പ പ്രാർത്ഥന നടത്തിയ ആദ്യത്തെ ക്രിസ്ത്യാനിയായിരുന്നു മർക്കോസൊന്നുമല്ല. ആദ്യത്തെ ക്രിസ്ത്യാനിയാണ് കറക്റ്റാണ്. മാതാവാണ്, പരിശുദ്ധ ദൈവമാതാവാണ് ആദ്യത്തെ ക്രിസ്ത്യാനി. ആദ്യത്തെ യേശുവിനെ ആദ്യം മരിച്ചതാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ കന്യകാമറിയം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ് അബ്ബാ പിതാവേ എന്ന് പറയുന്നത്. അബ്ബാ 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 എന്നാണ് മാതാ പ്രാർത്ഥന. അത് യഹൂദന്മാരുടെ അല്ലെങ്കിൽ എബ്രായക്കാരുടെ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രാർത്ഥനയാണ് അമ്മ പ്രാർത്ഥന. രണ്ടാമത് മാതാവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന പറയുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും. ഏതായാലും മാതാവിനോടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ട്. മാതാവ് പറഞ്ഞിരുന്നത് എന്താണ്? മാതാവിന്റെ രണ്ടാമത്തെ പ്രാർത്ഥന ആമീൻ എന്നാണ്. അപ്പ ആമീൻ. ഇനി മൂന്നാമത്തെ പ്രാർത്ഥന മാതാവ് നടത്തിക്കൊണ്ടിരുന്നത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മാതാവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പ ആമീൻ ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ മ്യൂസിക് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാ ദിവസവും മാതാവിന്റെ പ്രാർത്ഥന ക്ലാസ് നടത്തുവാൻ അപ്പ മാതാവിന്റെ പ്രാർത്ഥനകളായത് അപ്പ ആമീൻ ഹല്ലേലൂയ. അപ്പാന്ന് പറഞ്ഞാൽ പിതാവായ ദൈവമേ, ആമീൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം നടക്കട്ടെ. ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. മൂന്നാമത് എന്റെ ആത്മാ കർത്താവിനെ ഭാഗത്തപ്പെടുത്തുന്നത് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മാതാവിന്റെ മൂന്ന് പ്രാർത്ഥനയാണ് അപ്പ ആമീൻ ഹല്ലേലൂയ. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളെ പോകുന്ന അവസരത്തിൽ രണ്ട് കാര്യങ്ങൾ കുറച്ചായിട്ട് ഓർപ്പിക്കാൻ. ഒന്ന്, എല്ലാവർക്കും ഞാൻ ബൈബിള് പ്രാർത്ഥിക്കാൻ ഉണ്ടാകണം. എല്ലാ ദിവസവും ഉറങ്ങാൻ മാത്രം അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു ക്യാമ്പിന് പോയ അവസരത്തിൽ കുട്ടികളാണെങ്കിൽ രാവിലെ എണീറ്റ് എൻ്റെ ഞാനെങ്കിൽ രാവിലെ എണീറ്റ് വാശിയും കൃഷിയും ചില കാര്യങ്ങൾ സംസാരത്തിൽ വേറെ കുട്ടി പറഞ്ഞു. ഞാൻ എണീറ്റ ഉടനെ ഒട്ടുകുത്തി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ ഞങ്ങൾക്ക് വേണ്ട കൃഷികളുടെ പ്രാവശ്യം ചൊല്ലി കുപ്പിടുവല്ലോ. അപ്പോൾ എല്ലാ കുട്ടികളും ദൈവത്തിന്റെ മക്കളാണ്. ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അവര് ദൈവം സ്നേഹിക്കുന്നു. ആ ദൈവം സ്നേഹിക്കുന്ന ആ ദൈവപിതാവിന്റെ പേരാണ് അമ്മ എന്ന് പറയുന്നത്. ആ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. അത് ഏറ്റവും നന്നായി പ്രാർത്ഥിച്ച ആളാണ് പരിശുദ്ധ കന്യക മറിയം. മാതാവിന്റെ പ്രാർത്ഥന അപ്പ ആമേൻ ഹല്ലേലൂയ. എല്ലാ ദിവസവും നടന്നു പോകുന്ന അവസരത്തിൽ പറഞ്ഞു അപ്പ ആമേൻ ഹല്ലേലൂയ. ഉറങ്ങാൻ പോകുമ്പോൾ അപ്പ ആമേൻ ഹല്ലേലൂയ. എണീറ്റാ ഉടനെ അപ്പ ആമേൻ ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാ കുട്ടികളായി തീരുവാൻ നമ്മുടെ ABOC ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയം, യേശുവിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ